നമസ്കാരം. ചിലർക്ക് ഭാരതം മുഴുവൻ പച്ചയടിച്ച് ഭാരതീയരെ മുഴുവൻ തൊപ്പിയിടിയിച്ച് ഭാരതത്തെ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റണം. ഒരു പ്രത്യേക മതവിഭാഗത്തിനെ പറ്റിയല്ല കേട്ടോ ഈ പറയുന്നത്. ഒരു മതവിഭാഗത്തിലെ അന്ധമതവിശ്വാസികളെ അല്ലെങ്കിൽ മതതീവ്രവാദം തലയ്ക്കു പിടിച്ച കുറച്ചുപേരെ പറ്റി. ഈ കുറച്ചുപേരാണ് അല്ലെങ്കിൽ അത്ര മതി ഒരു രാജ്യത്തിൻ്റെ സമാധാനം തകർക്കാൻ, അതിൻ്റെ അടിവേരും മാന്തി പൊളിക്കാൻ. വൻമരങ്ങളായി വളർന്ന് ഒരു രാജ്യത്തിൻ്റെ സമാധാനം തകർത്ത് അവിടുത്തെ ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ഭിന്നിപ്പിച്ച് ആ രാഷ്ട്രം മുഴുവൻ ഇല്ലാതാക്കാൻ ഈ വളരെ കുറച്ച് ആൾക്കാർ മതി. അപ്പോൾ അങ്ങനെയുള്ള ചില ആൾക്കാരുടെ പരാമർശങ്ങളെപ്പറ്റി വളരെ കാര്യമായിട്ട് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു പരാമർശത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോയെ പറ്റി. എന്താണെന്നല്ലേ പറയാം. ഇപ്പോൾ ഹിന്ദുക്കളുടെ ശ്രീകൃഷ്ണനെ പിടിച്ച് മുസൽമാനാക്കി സുന്നത്ത് കല്യാണം നടത്താൻ പോവുകയാണ് ചില മതതീവ്രവാദികൾ. കഥ എന്താണെന്നല്ലേ കേൾക്കുമ്പോൾ തമാശയാണെന്ന് തോന്നുമെങ്കിലും തമാശയല്ല, ഇത് കാര്യമാണ്. ഹിന്ദുക്കളുടെ ആരാധനാദൈവമായ ശ്രീകൃഷ്ണൻ മുസ്ലിം ആയിരുന്നെന്നും മുസ്ലിം മതവിശ്വാസിയായിരുന്നെന്നും നിസ്കരിക്കുമായിരുന്നു എന്നും അടക്കമുള്ള വലിയ വാദങ്ങൾ നിരത്തിക്കൊണ്ട് ചില തീവ്രവാദികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ മുസ്ലിം ആയിരുന്നുവെന്നും അദ്ദേഹം പ്രതിദിനം 5 നേരം, കേട്ടല്ലോ, 5 നേരം നിസ്കരിച്ചിരുന്നുവെന്നുമുള്ള ഉത്തർപ്രദേശിലെ ഒരു പ്രമുഖ മുസ്ലിം മതപ്രഭാഷകന്റെ വിവാദ പ്രസ്താവനയെ തുടർന്ന് രാജ്യവ്യാപകമായി കടുത്ത രാഷ്ട്രീയ സാമൂഹിക പ്രതിഷേധം കത്തിപ്പടരുകയാണ്. ഉത്തർപ്രദേശ് സ്വദേശിയായ മൗലാന ജർജിസ് അൻസാരി ജൂൺ 23-ന് ജാർഖണ്ഡിൽ നടത്തിയ ഒരു മതപ്രഭാഷണത്തിൽ നിന്നുള്ളതാണെന്ന് പറയപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടരുന്നത്. ഇതോടെയാണ് വിവാദങ്ങൾക്ക് വഴി തുറന്നത്. മഥുരയിലെ കൃഷ്ണ ജന്മഭൂമി തർക്കം കോടതികളിൽ സജീവമായി നിലനിൽക്കുന്ന അതീവ സങ്കീർണമായ ഈ സാഹചര്യത്തിൽ ഹിന്ദുക്കളുടെ വികാരങ്ങളെ ബോധപൂർവം വ്രണപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് മൗലാനയുടെ ഈ പ്രസ്താവനയെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി ഹിന്ദു സംഘടനകൾ രംഗത്തെത്തുകയും മൗലാനയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. തന്റെ വാദങ്ങൾ സമർത്ഥിക്കുന്നതിനായി ഹിന്ദുക്കളുടെ വിശുദ്ധ ഗ്രന്ഥമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ വരികളെ മൗലാന ജർജിസ് അൻസാരി തെറ്റായി വ്യാഖ്യാനിച്ചതാണ് പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കിയത്. ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മൗലാനയുടെ ഈ വിവാദ പരാമർശം. ഈ ശ്ലോകത്തിൽ ശരീരം മുഴുവൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനാണ് നിർദ്ദേശിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണൻ 5 നേരം നിസ്കാരം നിർവഹിച്ചിരുന്നുവെന്നും താൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്തവർ ഭഗവത്ഗീത തുറന്ന് പരിശോധിക്കണമെന്നുമായിരുന്നു പ്രസംഗത്തിൽ മൗലാന വെല്ലുവിളിച്ചത്. ഹിന്ദുക്കൾ തങ്ങളുടെ സ്വന്തം പുരാണങ്ങളും വേദങ്ങളും കൃത്യമായി പഠിച്ചാൽ ഇവർ ഇസ്ലാമിനെ സ്നേഹിക്കാൻ തുടങ്ങുമെന്നും ഇസ്ലാം എന്നത് കേവലം മുസ്ലിങ്ങളുടെ മാത്രം മതമല്ല എന്നും അത് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് മുമ്പ് ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച സാർവത്രികമായ ഒരു ജീവിത രീതിയാണെന്നും മൗലാന തന്റെ പ്രസംഗത്തിൽ അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളും കൊള്ളയടിച്ച രാജാക്കന്മാരുടെ ചരിത്രമുള്ള നിങ്ങൾ ഹിന്ദു ദൈവങ്ങളെ കൂടി മുസ്ലിം മതത്തിൽ ചേർക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. ഇത്തരത്തിൽ പോയാൽ ഗുരുവായൂർ ക്ഷേത്രം ഭഗവാൻ നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞുകൂട്ടും. ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ദൈവങ്ങളെ ആരാധിക്കാത്ത, ബിംബങ്ങളെ ആരാധിക്കാത്ത, വിശ്വസിക്കാത്ത, സ്വന്തം മതവിശ്വാസത്തിൽ മാത്രം ഊന്നി ജീവിക്കുന്നവർ ഇത്തരം മറ്റൊരു മതവിശ്വാസത്തെ വ്രണപ്പെടുത്താൻ അവരുടെ ദൈവത്തെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കില്ലായിരുന്നു. ഹിന്ദുമത വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നത് പോലെയാണ് ഇത്തരം പരാമർശങ്ങളെന്ന് ഓർക്കണം. ഇത്തരത്തിലുള്ള ബുദ്ധിശൂന്യത മദ്രസകളിലും മറ്റും വിളമ്പി രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിച്ച് ഹിന്ദുക്കളെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികളെ അല്ലെങ്കിൽ മത തീവ്രവാദികളെ വളർത്താൻ ഇന്ത്യൻ മണ്ണ് വിട്ടുകൊടുക്കാത്തതാണ് മോദിയോട് ഇക്കൂട്ടർക്കുള്ള ഏറ്റവും വലിയ അമർഷം. ആ അമർഷം കൊണ്ടാണ് മോദി സർക്കാരും അദ്ദേഹം നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഹിന്ദു തീവ്രവാദികളാണെന്ന തരത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ പലരും കൊട്ടിഘോഷിച്ചു നടക്കുന്നത്. ഇത്തരം വിവരക്കേടുകൾക്ക് ചുക്കാൻ പിടിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ എന്നുകൂടി ഓർക്കുമ്പോഴാണ് ഇത്രയും കാലം ഈ കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിലായിരുന്നല്ലോ ഇന്ത്യ എന്നോർത്ത് ലജ്ജ തോന്നുന്നത്. വേണമെങ്കിൽ ശിവനെ പിടിച്ച് ഏതെങ്കിലും പള്ളിയിലെ മുക്രിയാണെന്നും അയ്യപ്പനെ ഉസ്താദെ എന്ന് വേണമെങ്കിലും ഇവരൊക്കെ വിളിക്കും. അങ്ങനെ ഹിന്ദുമതത്തിന്റെ വിഴുപ്പ് മുക്കി കഴുകാൻ വേണ്ടി ആരും ഇറങ്ങിത്തിരിക്കേണ്ട എന്നാണ് സോഷ്യൽ മീഡിയ കത്തുന്നത്. ഒരു മതവിശ്വാസത്തെ ബഹുമാനിക്കാതെ മറ്റൊരു മതത്തിന്റെ ആരാധ്യ പ്രതീകങ്ങളെ സ്വന്തം മതപരമായ വ്യാഖ്യാനത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് വെറും അഭിപ്രായ പ്രകടനമായി മാത്രം കാണാനാവില്ല. അത് കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരത്തെ സ്പർശിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് സ്വദേശിയായ ഈ മുസ്ലിം മതപ്രഭാഷകൻ ശ്രീകൃഷ്ണനെക്കുറിച്ച് നടത്തിയതായി പ്രചരിക്കുന്ന വിവാദ പ്രസ്താവന രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല. ഇവിടെ ചോദിക്കേണ്ടത് വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. മറ്റൊരു മതത്തിന്റെ വിശ്വാസ പ്രതീകങ്ങളെ ആ മതവിശ്വാസികൾ അംഗീകരിക്കാത്ത രീതിയിൽ പുനർവ്യാഖ്യാനിക്കാൻ ആർക്കാണ് അവകാശം?
ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം ശ്രീകൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമാണ്. ആ വിശ്വാസത്തെ മാറ്റിയെഴുതുകയോ മറ്റൊരു മതത്തിന്റെ ചട്ടക്കൂടിലേക്ക് നിർബന്ധിച്ച് ഒതുക്കുകയോ തിരികെ കയറ്റുകയോ ചെയ്യുന്നത് സംവാദമല്ല, അത് അനാവശ്യമായ പ്രകോപനപരമായ ഒരു പരാമർശമാണ്. ഭാരതത്തിന്റെ ശക്തി വൈവിധ്യത്തിലാണ്. ഓരോ മതത്തിലും സ്വന്തം വിശ്വാസങ്ങളും ആചാരങ്ങളും ദൈവസങ്കല്പങ്ങളുമുണ്ട്. അവയെ പരസ്പരം ബഹുമാനിച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ മതസൗഹാർദ്ദം നിലനിന്നത്. ആ അതിരുകൾ ലംഘിക്കുന്ന പ്രസ്താവനകൾ ആരിൽ നിന്നായാലും വിമർശിക്കപ്പെടേണ്ടതാണ്. അതേസമയം ഒരു വ്യക്തിയുടെ വിവാദ പ്രസ്താവനയുടെ പേരിൽ ഒരു മതവിഭാഗത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നതും ശരിയായ സമീപനമല്ല. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഏകകണ്ഠമായ ഒന്നല്ല. വ്യത്യസ്ത ചിന്താഗതിക്കാരും നിലപാടുകളുമുള്ള കോടിക്കണക്കിന് പൗരന്മാരാണ് അതിലുള്ളത്. അതിനാൽ ഒരു മതപ്രഭാഷകന്റെ വാക്കുകൾ മുഴുവൻ സമൂഹത്തിന്റെ നിലപാടായി ചിത്രീകരിക്കുന്നത് നീതിയുക്തമല്ല, അങ്ങനെ ചെയ്യുന്നതുമില്ല. എന്നാൽ അതുകൊണ്ട് വിവാദ പ്രസ്താവനയുടെ ഗൗരവം കുറയുന്നില്ല എന്നോർക്കണം. ഒരു മതപ്രഭാഷകൻ തന്റെ അനുയായികൾക്ക് മതബോധനം നൽകുന്നതിന് പകരം മറ്റൊരു മതത്തിന്റെ വിശ്വാസ ഗ്രന്ഥങ്ങളെ താൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ വളച്ചൊടിച്ച് പ്രകോപനപരമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളുടെ കാലത്ത് ഇത്തരം വീഡിയോകൾ നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തും. ഭഗവത്ഗീത ഹിന്ദുമതത്തിലെ അതിപ്രധാനമായ ആത്മീയ ഗ്രന്ഥമാണ്. അതിലെ ശ്ലോകങ്ങൾക്ക് ഹിന്ദുക്കളുടെ ആചാര്യന്മാർ നൂറ്റാണ്ടുകളായി നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അവയെ പൂർണ്ണമായി മാറ്റിമറിച്ച് മറ്റൊരു മതത്തിന്റെ ആചാരങ്ങൾക്ക് തെളിവായി അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായും വലിയ എതിർപ്പിന് ഇടയാക്കും. മതഗ്രന്ഥങ്ങളെ പഠിക്കാനും ചർച്ച ചെയ്യാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതിന് അക്കാദമികമായ സത്യസന്ധതയോടെയും പരസ്പര ബഹുമാനത്തോടെയും ആയിരിക്കണം. ഇവിടെ നിയമത്തിന്റെ പങ്കും നിർണായകമാണ്. ഏതെങ്കിലും മതവിഭാഗത്തിന്റെ വികാരത്തെ മനഃപൂർവ്വം വ്രണപ്പെടുത്തുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിയമാനുസൃതമായ അന്വേഷണം നടക്കണം. പരാതി ലഭിച്ചാൽ പോലീസ് വസ്തുതകൾ പരിശോധിക്കുകയും നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും വേണം. നിയമം മതം നോക്കി പ്രവർത്തിക്കരുത്. ഒരേ മാനദണ്ഡം എല്ലാവർക്കും ബാധകമായിരിക്കണം. ഇന്ത്യയുടെ ഭരണഘടന ഓരോ പൗരനും മതസ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതേസമയം മറ്റുള്ളവരുടെ മതവിശ്വാസത്തെ ബഹുമാനിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വവും സമൂഹത്തിനുണ്ട്. സ്വന്തം മതം പ്രചരിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ മറ്റൊരു മതത്തിന്റെ വിശ്വാസ പ്രതീകങ്ങളെ അവഹേളിച്ചോ അവരുടെ വിശ്വാസത്തെ സ്വന്തം മതത്തിലേക്ക് നിർബന്ധിച്ചു ചേർക്കാൻ ശ്രമിച്ചോ ആ അവകാശം വിനിയോഗിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്താണോ അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ വിഴുപ്പ് സമൂഹത്തിലേക്ക് പടർത്താൻ ശ്രമിക്കരുത്. വാവർ അയ്യപ്പന്റെ സുഹൃത്തായിരുന്നു എന്ന് കരുതി അയ്യപ്പനെ കയറി ഉസ്താദെ എന്ന് വിളിച്ചാൽ സമ്മതിച്ചു തരാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്.